ഫാദർ ഓഫ് യോഗ എന്നറിയപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം യോഗ ചിത്തവൃത്തി നിരോധക എന്നാണ്. മനോവ്യാപാരങ്ങളെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കൂട്ടിച്ചേർക്കുക. ഐക്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യോഗയുടെ ലക്ഷ്യം ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ്. സ്ത്രീകൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരീര സൗന്ദര്യത്തിനും പ്രസവശേഷമുള്ള ആരോഗ്യം വീണ്ടെടുക്കാനും യോഗ വളരെയധികം സഹായിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആസന ഗോമുഖാസന ആണ്. കൗ പോസ്. കൗ പോസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ യങ്ങായിട്ടിരിക്കാനും ആൻറ്റി ഏജിങ് ആസനയാണ് കൗ പോസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്രിങ്കിൾസ് ഒക്കെ മാറ്റാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. സ്കിന്നൊക്കെ ഒന്ന് ടോൺഡ് ആവാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നീ പെയിൻ ഉള്ളവർ, സിവിയർ ആർത്രൈറ്റിസ് ഉള്ളവർ, മുട്ട് ഒരുപാട് സമയം ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ചെയ്യാതിരിക്കുക. എങ്ങനെയാണ് ആസന പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. വജ്രാസനത്തിലിരിക്കുക. മെല്ലെ വലത് സൈഡ് ചരിഞ്ഞിരിക്കുക. ഇടത് കാല് വലത് സൈഡിലെ ബട്ടക്സിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ വലത് കാലിൻ്റെ ഹിപ്പ് വലത് കാലിൻ്റെ പാദം ഇടത് സൈഡിലും ഇടത് കാലിൻ്റെ പാദം വലത് സൈഡിലുമാണ് ഇരിക്കുന്നത്. നീസ് ഈയൊരു അലൈൻമെൻറ്റിലായിരിക്കണം. റിലാക്സ് ചെയ്തിരിക്കുക. പുറകിലേക്ക് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ രണ്ട് വശത്തേക്കും കൈകൾ രണ്ട് പാദങ്ങളിൽ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. റിലാക്സ് ചെയ്തിരിക്കുക. മെല്ലെ കൈകൾ പുറകിലേക്ക് കൊണ്ടുപോവുക. ഇടത് കൈ പുറകിലേക്ക് കൊണ്ടുപോവുക. വലത് കൈ ബാക്കിലേക്ക് കൊണ്ടുപോവുക. വിരലുകൾ കോർത്ത് പിടിക്കുക. ഇത് നമ്മുടെ ചെസ്റ്റ് ടോൺ ചെയ്യാനും സ്കിൻ ടോൺ ചെയ്യാനും തൈസ് ഫാറ്റൊക്കെ കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഗോമുഖാസന.